കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ബുക്ക് മൈ ഷോ, ടിക്കറ്റ് ന്യൂ, പേടിഎം തുടങ്ങിയ ആപ്പുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ തിയേറ്റർ ഉടമയും ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് എങ്ങനെയാണ് അവർ തമ്മിലുള്ള കോൺട്രാക്ട്? അതുപോലെ ഇപ്പോൾ ഒരു തിയേറ്ററിലെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 രൂപ നിങ്ങൾ കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു 24 രൂപയ്ക്കായിരിക്കും നമ്മൾ കൺവീനിയൻസ് ഫീ ആയിട്ട് നമ്മൾ മുടക്കുന്നത്. അപ്പോൾ മൊത്തം 174 രൂപ ആയല്ലോ. അപ്പോൾ ഇതിനകത്ത് എത്ര രൂപ തിയേറ്റർ ഉടമയ്ക്ക് കിട്ടും, എത്ര രൂപ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് കിട്ടും, ഇവർ ലാഭത്തിലാണോ പോകുന്നത്, അതോ തിയേറ്റർ ഉടമയ്ക്ക് വലിയ നഷ്ടമാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ടും ഫാസ്റ്റായിട്ടും പറഞ്ഞു നിർത്താം. അപ്പോഴേ നിങ്ങളൊരു തിയേറ്റർ ഉടമയാന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ആവശ്യമായിട്ടുണ്ട് അല്ലേ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിൽ വന്ന് ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു ഡീൽ എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ ബോക്സ് ഓഫീസിലോട്ട് ചെല്ലുന്ന സമയത്ത്, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കുറേ കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഈ സിസ്റ്റം ഒക്കെ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ബുക്ക് മൈ ഷോ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവർ എന്തിനാണ് ഈ ഒരു സിസ്റ്റം കൊടുക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെയൊക്കെ കൂടെ ഒരു സെർവറും ഉണ്ടായിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യം അവർക്ക് അങ്ങ് അവരുടെ കേന്ദ്രത്തിൽ ഇരുന്ന് വരെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തിയേറ്റർ ഓണാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോക്സ് ഓഫീസിലേക്ക് അവർ ഈ ഒരു സിസ്റ്റവും അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് തരും വിത്ത് സെർവർ കേട്ടോ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു നിങ്ങളുടെ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ബുക്ക് മൈ ഷോ എന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ കൗണ്ടർ ചെയ്യുന്നത്, അതായത് നിങ്ങൾ തിയേറ്റർ ഉടമയാണേ, നിങ്ങളുടെ തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നു. ആ സമയത്ത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ 2 സീറ്റ് ബുക്ക് ചെയ്യുന്നു വെച്ചോ. ഇപ്പോൾ നിങ്ങൾ തിയേറ്ററിലേക്ക് ഒരാൾ വരുന്നു, 2 ടിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ലോക്ക് ചെയ്യുന്ന സീറ്റ് ഇപ്പോൾ ഒരു A1 A2 ആണെന്ന് വെച്ചോ. അവിടെ അത് ലോക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നും അതേ തിയേറ്ററിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് വെച്ചോ, എനിക്കും അതേ സമയത്ത് അത് കാണാനായിട്ട് പറ്റും. അതായത് A1 A2 ബുക്കായി പോയെന്ന് ആ ഒരു സ്പോട്ടിൽ അറിയാൻ പറ്റും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. സെർവറുമായിട്ട് കണക്ട് ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ഒരു ഓൺലൈൻ കളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആണ്. ബുക്ക് മൈ ഷോയെ പറ്റിച്ചുകൊണ്ട് തിയേറ്ററുകാർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇനി എന്തൊക്കെയാ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററുകാർക്ക് എത്ര രൂപ ഇതിനകത്തുനിന്ന് കിട്ടും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 150 രൂപയാണ് തിയേറ്ററിൽ ഒരാൾ മുടക്കുന്നത് വെച്ചു. അപ്പോൾ ഓൺലൈനിലും ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺവീനിയൻസ് ഫീ ആയിട്ട് എക്സ്ട്രാ 24 രൂപ നമുക്ക് കൊടുക്കണം. അപ്പോൾ നേരിട്ട് ഒരാൾ വന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തിയേറ്ററിലെ സ്റ്റാഫ് നമുക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുന്നു. അപ്പോൾ ആ പൈസ നമ്മൾ ക്യാഷ് ആയിട്ട് തരുന്നു, നമ്മൾ ക്യാഷ് ആയിട്ട് മേടിക്കുന്നു. ഈ പൈസ നേരിട്ട് തിയേറ്റർ ഉടമയ്ക്ക് തന്നെയാണ് കിട്ടുന്നത്. അതിനകത്ത് ബുക്ക് മൈ ഷോയ്ക്ക് യാതൊരുവിധ കണക്ഷനും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ബുക്ക് മൈ ഷോയ്ക്ക് എന്തുവാണ് ലാഭം? ബുക്ക് മൈ ഷോ ഇവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ടി വരുമോ? അവിടെയാണ് നമ്മുടെ ഈ ഒരു കൺവീനിയൻസ് ഫീ എന്ന് പറഞ്ഞ ആ ഒരു പൈസയുടെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 24 രൂപ നമ്മൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 24 രൂപയും ബുക്ക് മൈ ഷോ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ബുക്ക് മൈ ഷോ എടുക്കത്തില്ല. അതിനകത്ത് നിന്നൊരു 16 രൂപ അല്ലെങ്കിൽ 17 രൂപ അത്ര എമൗണ്ട് ബുക്ക് മൈ ഷോ മൊത്തത്തിൽ കൊണ്ടുപോകും. അതായത് ഓരോ ആൾക്കാരിൽ നിന്നുള്ള ആ ഒരു കൺവീനിയൻസ് ഫീയുടെ അത്രയും പൈസ അവർ കൊണ്ടുപോകും. അതിനകത്ത് ബാക്കിയുള്ള ഒരു 4 രൂപയോ 5 രൂപയൊക്കെ തിയേറ്റർ ഓണർക്ക് തന്നെ കിട്ടും. അപ്പോൾ തിയേറ്റർ ഓണറെ സംബന്ധിച്ച് ഈ ഒരു സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു എമൗണ്ടോടെ കിട്ടും. ഒരു ടിക്കറ്റിനകത്ത് ഒരു 5 രൂപ വെച്ചിട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അറിയാലോ, ഇത്രയും ടിക്കറ്റ് സെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ടൊരു തുക തിയേറ്റർ ഓണർക്ക് കിട്ടും. അപ്പോൾ തിയേറ്റർ ഓണർ പറയുകയാണ്, എനിക്ക് ഇത്രയും പൈസ, ഈ 5 രൂപ പോരാ, എനിക്കൊരു 10 രൂപ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ പറയാം, ഓക്കെ നിങ്ങൾക്ക് 10 രൂപ തരാം. അപ്പോൾ എന്ത് ചെയ്യും? കൺവീനിയൻസ് കുറച്ചുകൂടെ അങ്ങോട്ട് കൂട്ടും. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സാധാരണ അവരങ്ങനെ അവർ ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, കൺവീനിയൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മളും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ മണ്ടന്മാരല്ലോ. അപ്പോൾ ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്യാറില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ അവർ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇവന്മാർ ഇങ്ങനെ 6 പൈസ മേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെ ബാലിഷ്യമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം, ആ ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. അതായത് വളരെ ചുരുങ്ങിയ ചിലവിൽ ഫ്രീ ആയിട്ട് കിട്ടുക, അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാനും ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ അവർക്ക് വളരെ വലിയൊരു ചിലവ് എന്തായാലും ഉണ്ടായി കാണില്ല. അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരുടെ എഫേർട്ട്, ഈ ബിസിനസ്സുകാരുടെ എഫേർട്ടുകൾ നമ്മൾ ഒരിക്കലും കാണാറില്ല. നമ്മളെപ്പോഴും ഒരു പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യവും ഇല്ല. എന്നിരുന്നാൽ പോലും ഫ്രീ ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ കിട്ടണം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് തിയേറ്ററിൽ പോലും പോവാതെ എന്താ പറയുക, ഈ ഇടിയൊക്കെ കൊണ്ടുപോയി ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു കാലഘട്ടം ഓർമ്മയുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ
നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണമല്ലോ, കറക്റ്റ് അല്ലേ? ആ ഒരു പൈസയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ നമ്മളിൽ നിന്നും ഈടാക്കുന്നത് കേട്ടോ. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 30, 35, 40 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക തന്നെ വേണം. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ അവരുടെ ഒരു എഫേർട്ട് നമ്മൾ നോക്കണമല്ലോ. അതായത് നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സിറ്റുവേഷൻ അവർ ഒരുക്കി സമയത്ത് നമ്മൾ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കി, ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പഴയ പോലെ തന്നെ തിയേറ്ററിൽ പോയി ഇടികൊണ്ട് പോയി ടിക്കറ്റ് എടുക്കണം, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. വളരെ അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കി നമുക്ക് ഇങ്ങനൊരു സംഭവം തരുമ്പോൾ നമ്മൾ ഒരു പൈസ അവർക്ക് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ ബുക്ക് മൈ ഷോയുടെ ഈ ഒരു ലാഭം, അവരുടെ ഒരു വർക്കിന്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫേർട്ടിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു കൺവീനിയൻസ് ഫീ മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള ആ ഒരു മുഴുവൻ തുക, ടിക്കറ്റിന്റെ ഇപ്പോൾ 150 ആണെങ്കിൽ ആ 150 രൂപയും പോകുന്നത് നമ്മുടെ തിയേറ്റർ ഉടമയ്ക്ക് തന്നെ ആണ്. ഇത് എനിക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ കുറച്ച് തിയേറ്റർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നല്ലോ, കുറച്ച് തിയേറ്റർ ഓണേഴ്സിനൊക്കെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അവരാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈസയൊക്കെ, അതായത് ഈ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന പൈസയൊക്കെ തിയേറ്റർ ഓണർക്ക് എപ്പോൾ കിട്ടും? ഒരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. അതായത് ഒരു മാസം കൂടുമ്പോഴായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്, അതോ കുറേ ആഴ്ചകളും കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അതിനകത്ത് യാതൊരു ഡിലേ ഇല്ല. അവർ 1+1 മോഡലിലാണ് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഇപ്പോൾ ഇന്നത്തെ ഒരു ഷോയുടെ പൈസ ചിലപ്പോൾ നമുക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് തന്നെ ക്രെഡിറ്റ് ആവും. അതായത് തിയേറ്റർ ഓണർക്ക് പൈസ ക്രെഡിറ്റ് ആവും കേട്ടോ. അത് ഈ ഒരു പൈസ മാത്രമാണ്. അതായത് ഈ കൺവീനിയൻസ് ഫീ ഒഴിച്ചിട്ടുള്ള ബാക്കി ആ ഒരു ടിക്കറ്റിന് എമൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു എമൗണ്ട് ആയിരിക്കും തിയേറ്റർ ഓണർക്ക് ക്രെഡിറ്റ് ആവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ പൈസ, അതായത് ആ കൺവീനിയൻസ് ഫീക്കാവുന്ന ഒരു ചെറിയ പൈസ തിയേറ്റർ ഓണർക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പൈസ ക്രെഡിറ്റ് ആവുന്നത് ചിലപ്പോൾ മാസം അവസാനമായിരിക്കും കേട്ടോ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് വരുവാണെങ്കിൽ, അതായത് ഈ ബുക്ക് മൈ ഷോ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ബുക്ക് മൈ ഷോയ്ക്ക് വളരെ വലിയൊരു സപ്പോർട്ടിംഗ് ബാക്കെൻഡ് ഉണ്ട്. അവരപ്പം തന്നെ കയറിയിട്ട് അത് ചെയ്യും. നമ്മുടെ ലിയോ ഒക്കെ ബുക്കിങ്ങിൻ്റെ ആ ഒരു സമയത്ത് വളരെ പ്രശ്നമായിരുന്നു. നമ്മൾ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, സംതിങ് വെൻ എറർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസ് ഒക്കെ വന്നായിരുന്നു. അപ്പം അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ, ഇത്രയധികം റഷ് വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവർ റെക്ടിഫൈ ചെയ്തിട്ട് സംഭവം തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടൊരു ബാക്ക് ടീം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തിയേറ്റർ ഓണർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഗംഭീരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിൽക്കുന്ന സമയത്ത് അടുത്ത ഒരു പ്ലാറ്റ്ഫോമിന് എങ്ങനെ ഈ ഒരു തിയേറ്ററിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സപ്പോസ് ഇപ്പോൾ വേറെ പ്ലാറ്റ്ഫോം, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഒരു പ്ലാറ്റ്ഫോം വരുന്നു. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഈ ഒരു തിയേറ്റർ ഉടമയ്ക്ക് മുന്നിൽ വെക്കുന്ന ഒരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ എമൗണ്ട് ആയിരിക്കും, അത്യാവശ്യം നല്ല വലിയ എമൗണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് തിയേറ്റർ ഉടമയ്ക്ക് എന്തിന് കൊടുക്കണം? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു 2-3 വർഷക്കാലത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ട് കേട്ടോ. 2-3 വർഷക്കാലത്തേക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതെ അവരുടെ ആ ഒരു പുതിയ പ്ലാറ്റ്ഫോം തന്നെ തിയേറ്റർ ഉപയോഗിക്കണം. അതായിരിക്കും അവരുടെ ഡിമാൻഡ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ചില തിയേറ്ററുകളൊക്കെ അവരുടെ പഴയ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ മാറ്റിയിട്ട് പുതിയ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ വെക്കാറുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ സംഭവം. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേറെ പ്ലാറ്റ്ഫോം വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ അഡ്വാൻസ് ആയിട്ട് വലിയൊരു തുക കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കൺവീനിയൻസ് ഫീക്കകത്തുനിന്ന് പിന്നെ ഒരു എമൗണ്ട് ഒന്നും തിയേറ്റർ ഉടമയ്ക്ക് പോകത്തില്ല. മൊത്തം കൺവീനിയൻസ് ഫീയും പോകുന്നത് ഈ ഒരു ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്. അപ്പോൾ ഞാനതിന് നമുക്ക് റിപ്ലൈ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്നേ. അപ്പോൾ ഞാൻ നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്കിൽ കാണുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.